ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബ് സിനി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെയധികം വ്യത്യസ്തമായ ഒരു കഥയാണ്. ഈ റിയൽ ആയിട്ടുള്ള ഇൻസിഡന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്റ്റോറി ആക്കി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീൽ ആണല്ലേ. അതുപോലെ സ്വന്തം ജീവൻ കൊടുത്ത് രക്ഷിച്ച കുറെ സൂപ്പർ ഹീറോസ് ഉണ്ടല്ലേ, അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹീറോയുടെ സ്റ്റോറിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. 1971 നടന്ന സൗത്ത് കൊറിയയിൽ നടന്ന ഒരു സംഭവമാണ്. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പയ്യൻ ഒരു എയറോപ്ലെയിൻ, ഒരു ഡൊമസ്റ്റിക് എയറോപ്ലെയിൻ ഹൈജാക്ക് ചെയ്യുകയാണ്. അന്ന് അവിടെ നടന്ന ആ ഒരു സംഭവവികാസം, അതാണ് ഹൈജാക്ക് 1971. റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഇതിലൊരു ജീവനുണ്ട്, ഒരു ജീവിതമുണ്ട്, ഒന്നല്ല ഒരുപാട്. എന്നാ പിന്നെ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് കഥ കേട്ടാലോ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സാബ് സിനി വേൾഡ്. സിനിമ തുടങ്ങുന്നത് 1969 നടന്ന ഒരു റിയൽ ഇൻസിഡന്റോട് കൂടി. കുറച്ച് പൈലറ്റ്സ് ഫൈറ്റർ ജെറ്റ് എല്ലാം ടെസ്റ്റ് ചെയ്യൂലേ, അതുപോലെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അവർ ജെറ്റ് എല്ലാം തിരിച്ചും മറിച്ചും എല്ലാം ടെസ്റ്റ് ചെയ്യും. അവർക്കൊരു മിഷനുകൾ ഉണ്ടാവും. ആ മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എന്നാ പിന്നെ നമുക്ക് തിരിക്കാമെന്നും പറഞ്ഞ് അവർ ജെറ്റ് തിരിക്കും. അപ്പോഴാണ് ഈ കോസോൺ എയർ സ്പേസ് എന്ന് പറഞ്ഞ എയർ സ്പേസ് ഉണ്ട്, അതിന് മുകളിലൂടെ ഒരു എയർക്രാഫ്റ്റ് പോകുന്നത് കാണാം. YS-11 എന്ന് പറയുന്ന എയർലൈൻ ആണ് അതിന്റെ മുകളിലൂടെ പോകുന്നത്. പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും ഈ ഒരു എയറോപ്ലെയിൻ, അതായത് YS-11 എന്ന് പറഞ്ഞ എയറോപ്ലെയിൻ ഉണ്ടല്ലോ, ആ എയറോപ്ലെയിൻ നോർത്ത് കൊറിയൻ ബോർഡറിന്റെ അവിടെ എത്തിയിട്ടുണ്ടാകും. അവർക്ക് നോർത്ത് കൊറിയയിലേക്ക് പോകാനുള്ള അധികാരമില്ല. അങ്ങനെ ഈ ഫൈറ്റർ ജെറ്റിലുള്ള ആളുകളുണ്ടല്ലോ, അതിലാണ് നമ്മളുടെ നായകൻ ഇരിക്കുന്നത്. ടേനിയൻ എന്നാണ് അവന്റെ പേര്. ഇത് കണ്ട ഉടനെ ടേനിയൻ എന്ത് ചെയ്യും, ഈ എയർക്രാഫ്റ്റിലോട്ട് അവർ വാക്കി ടോക്കിയിലൂടെ അറിയിപ്പ് കൊടുക്കും, നിങ്ങൾ ബോർഡർ കടക്കാനായി ഉടൻ പ്ലെയിൻ തിരിക്കുക എന്ന്. എന്നാൽ അവിടെ നിന്ന് ഒരു റെസ്പോൺസും കിട്ടില്ല. ഒരു റെസ്പോൺസും കിട്ടാത്തത് കൊണ്ട് അവൻ എന്തു ചെയ്യും, നേരെ കോക്പിറ്റ് ശ്രദ്ധിക്കും. അവിടെ ആണെങ്കിൽ ക്യാപ്റ്റനെ കാണാനുണ്ടാവില്ല. പിന്നെ നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫീസർ അവിടെ ഉള്ളതായി കാണും. ആ ഫസ്റ്റ് ഓഫീസർ അവർക്കറിയുന്ന ആളാണ്. എയർ ഓഫീസർ കേണൽ മൈനസ് ആയിരുന്നു അത്. മൈനസ്, ഇത് ഞാനാണ്, നിങ്ങൾ നോർത്ത് കൊറിയയിലേക്ക് പോകുന്നു, എയർക്രാഫ്റ്റ് തിരിക്ക് എന്നൊക്കെ പറയും. ജസ്റ്റ് തലയൊന്ന് ആട്ടുക മാത്രമേ മൈനസ് ചെയ്തത്. ഇത് കണ്ട ഉടനെ ടാനിക്ക് മനസ്സിലായി, ഈ മൈനസിനെ ആരോ കോക്പിറ്റിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന്. ടാനി ആണെങ്കിൽ അവരെ സുപ്പീരിയേഴ്സിനോട് അത് ഇൻഫോം ചെയ്യും. പക്ഷെ സുപ്പീരിയേഴ്സ് പറയുന്നത്, ടാനി നീ ഒരു കാര്യം ചെയ്യ്, അവരെ അറ്റാക്ക് ചെയ്യ്, ആ പ്ലെയിനിന് വെടിവെച്ചിട്, അവരെ ഒരിക്കലും നോർത്ത് കൊറിയയിലേക്ക് കടക്കാൻ അനുവദിച്ചുകൂടാ എന്നൊക്കെ. എന്നാൽ ടാനിക്കാണെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല. കാരണം അവൻ അറ്റാക്ക് ചെയ്യുന്നത് കൂടി അതിനകത്ത് പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ, അവർക്കെല്ലാം ആപത്താണ്. ടാനി അറ്റാക്ക് ചെയ്യാത്തതുകൊണ്ട് ഈ YS-11 എന്ന് പറയുന്ന ഈ എയറോപ്ലെയിൻ ഉണ്ടല്ലോ, ഈ എയർക്രാഫ്റ്റ്, അത് ഇല്ലീഗലായി നോർത്ത് കൊറിയയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അവസാനം ടാനിയുടെ ഈ ഒരു ഡിസിഷൻ എടുത്തതിന് അവന്റെ സുപ്പീരിയേഴ്സ് എല്ലാം നന്നായി വഴക്ക് പറയും. ഇനി എന്താണ് ഗവൺമെന്റിനോട് പറയുക, നീ തന്നെ പറ എന്നൊക്കെ പറഞ്ഞ് അവനെ ടോർച്ചർ ചെയ്യും. നിന്റെ ഈ ഒരു ഡിസിഷൻ കാരണം വലിയൊരു പ്രശ്നമാണ് നീയും നിന്റെ കുടുംബവും അനുഭവിക്കാൻ പോകുന്നത്. കാരണം സൗത്ത് കൊറിയയിൽ നിന്ന് നോർത്ത് കൊറിയയിലേക്ക് ആളുകളെ കയറ്റി അയക്കുക അതൊരു രാജ്യദ്രോഹമായിട്ടാണ് കണക്കാക്കുന്നത്. സമൂഹം അങ്ങനെ കണക്കാക്കൂ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ് അവിടെ സുപ്പീരിയേഴ്സ്. എന്നാൽ ഇതെല്ലാം എന്ത്, ഞാൻ ചെയ്ത് നല്ലൊരു പ്രവൃത്തിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആ ടാനി അവിടെ നിന്ന് പോവുകയാണ്. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ടാനി കണ്ടത് അവന്റെ വീടിന്റെ ഡോർ ഉണ്ടല്ലോ, അതിനകത്ത് രാജദ്രോഹി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അവൻ അതൊന്നും കാര്യമാക്കാതെ പുതിയ പെയിന്റും വാങ്ങിയാൽ കണ്ടി. മാത്രല്ല അവൻ അവന്റെ ഫാമിലിയുമായി കൂളായി ഭക്ഷണം എല്ലാം കഴിച്ച് നിന്നു. നമ്മൾ നേരത്തെ കണ്ടില്ലേ, മൈനസ് എന്ന് പറഞ്ഞൊരു എയർക്രാഫ്റ്റ് ഓഫീസർ നോർത്ത് കൊറിയയിലേക്ക് പോയ ആ ഓഫീസറുടെ ഫാമിലി ഇവന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ നോർത്ത് കൊറിയൻ ഗവൺമെന്റ് തീരുമാനിച്ചു ഇനി ഈ ആളുകളെ വിട്ടുകൊടുക്കാന്ന്. ഈ വിവരം അറിഞ്ഞ് ടാനിയും കൂടാതെ മൈനസിന്റെ ഫാമിലിയും എല്ലാരും കൂടി ഇവരെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടെത്തി. പക്ഷേ അപ്പോഴാണ് അറിയുന്നത് ഈ നോർത്ത് കൊറിയൻ ഗവൺമെന്റ് ചെയ്തത് എന്താന്ന് വെച്ചാല്, ഈ 50 ആളുകളിൽ നിന്ന് 39 ആളുകളെ മാത്രമാണ് വിട്ടുകൊടുത്തത്. ബാക്കി 11 പേരെ അവരെന്ത് ചെയ്തു, അവിടെ പിടിച്ചു വെച്ചു. 7 യാത്രക്കാരും 2 പൈലറ്റും 2 സ്റ്റാഫും. അതെന്തിനാ പിടിച്ചു വെച്ചതെന്ന് ചോദിച്ചാല്, അവർക്കെല്ലാം എക്സ്ട്രാ ആക്ടിവിറ്റീസ്, അതായത് ഈ സോൾജിയേഴ്സ് ഉണ്ടാവൂലേ, റിട്ടയർഡ് ആയ സോൾജിയേഴ്സ്, അതുപോലെ അങ്ങനെ സ്കിൽസ് ഉള്ള ആളുകളെ അവരവിടെ പിടിച്ചു വെച്ചു. അവരുടെ പർപ്പസിന് വേണ്ടിയിട്ട്, നോർത്ത് കൊറിയൻ ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. തന്റെ കൂട്ടുകാരനായ മൈനസും അതിന്റെ ഒപ്പം തന്നെ 10 പേര് നോർത്ത് കൊറിയയിൽ അകപ്പെടാൻ കാരണം താനാണ്, തന്റെ ആ ഒരു ഡിസിഷൻ ആണ് എന്നുള്ള സങ്കടമൊക്കെ നമ്മുടെ ടാനിയുടെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ.
1 കൊല്ലത്തിന് ശേഷം ടാനി ഫസ്റ്റ് ഓഫീസറായി മാറും. ശരിക്കും പറഞ്ഞാൽ അവൻ ഒരു ക്യാപ്റ്റനായി മാറേണ്ടതാണ്. പക്ഷെ അവന്റെ മുൻപത്തെ ആ ഒരു പ്രവൃത്തി കാരണം അവനെ ക്യാപ്റ്റൻ ആക്കാൻ ആരും അനുവദിച്ചില്ല. ഫസ്റ്റ് ഓഫീസർ ആയിട്ട് തന്നെ അവൻ കുറെ കാലമായി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. എന്നാൽ ഇതുവരെ സ്വന്തമായിട്ട് പ്ലെയിൻ ലാൻഡ് ചെയ്യാനുള്ള അധികാരമൊന്നും ആരും അവന് കൊടുത്തിട്ടില്ല. അവസാനം ഗ്യുസിക് എന്ന് പേരുള്ള എയർ F-27 എന്ന് പറയുന്ന പ്ലെയിൻ ഓടിക്കുന്ന ക്യാപ്റ്റൻ ഉണ്ട്. ആ ക്യാപ്റ്റന്റെ കീഴിലാണ് ഇവൻ വർക്ക് ചെയ്യാൻ എത്തുന്നത്. ഇന്നാണ് ഗ്യുസിക്കുമായി അവന്റെ ഫസ്റ്റ് യാത്ര. സോക്കോ എയർപോർട്ടിൽ നിന്നും ഒരു പ്ലെയിൻ പുറപ്പെടാൻ നിൽക്കുന്നുണ്ട്. അതാണ് ഈ F-27. അത് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ടാനി ഒരു സിഗരറ്റ് എല്ലാം വലിക്കാമെന്ന് വിചാരിച്ച് മാറി നിന്ന് വലിക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് ഈ ക്യാപ്റ്റൻ വരും. തുടർന്ന് 1969 സംഭവം എന്താണ് എന്നുള്ളത് ടാനി എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. അന്ന് താൻ ആ എഞ്ചിന് ഷോർട്ട് ചെയ്തിരുന്നേൽ പാസഞ്ചേഴ്സ് എല്ലാം മരിച്ചു വീഴുമായിരുന്നു. അതുകൊണ്ടാണ് താൻ അന്ന് അങ്ങനെ ഷോർട്ട് ചെയ്യാതിരുന്നത്, സുപ്പീരിയേഴ്സിനെ എതിർത്തത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അവിടെ. ഇനിയാണ് ഈ ഫിലിമിലെ കഥയുടെ ഗതി അങ്ങ് മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ ആയിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അങ്ങനെ ടാനി ഓടിക്കുന്ന ഈ പ്ലെയിനിലേക്കുള്ള യാത്രക്കാരെല്ലാം വരും. അവർ വരിക എന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട പിള്ളേരെ പോലെ ഓടി അങ്ങ് വരും. അതിൽ ഒരുത്തനുണ്ട്, അവനാണ് ടെററിസ്റ്റ്, ശരിക്കുമുള്ള ടെററിസ്റ്റ്. അവന്റെ പേര് യങ് എന്നാണ്, യങ് ഡി. സാധാരണക്കാരുടെ ഡ്രസ്സിലാണ് അവൻ പ്ലെയിനിൽ കയറാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും സംശയമില്ല ഈ പ്ലെയിനിലാണെങ്കിൽ കംപ്ലീറ്റ് കോമൺ പീപ്പിൾ ആയിരുന്നു. പലരും ആദ്യമായിട്ടാണ് പ്ലെയിനിൽ കയറുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതുവരെയുള്ള ടാനിയുടെ സുപ്പീരിയേഴ്സ് ഒന്നും അവനെ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. എന്നാൽ ഈ ക്യാപ്റ്റൻ അവനോട് പറയും, ഇന്ന് നീയാണ് മോനെ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ടാനി ആണെങ്കിൽ കംപ്ലീറ്റ് എക്സൈറ്റഡ് ആവും. ഓ, ആദ്യമായിട്ടൊരു പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പോവാണല്ലോ എന്നൊക്കെ. അങ്ങനെ പ്ലെയിൻ അവിടെ നിന്നും എടുത്തതിന് ശേഷം ഈ തീവ്രവാദി ഒരു ബോംബ് അങ്ങ് എടുത്ത് പ്ലെയിനിന്റെ അകത്തിടും. ഒരു ബോംബ് കോക്പിറ്റിന്റെ ഡോറിന്റെ അവിടെ വെക്കും. അതങ്ങ് പൊട്ടുന്നോടുകൂടി പ്ലെയിനിന്റെ ബാലൻസ് എല്ലാം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇതിനിടയിൽ ക്യാപ്റ്റൻ ആണെങ്കിൽ കണ്ണിന് നല്ലൊരു പരിക്കും പറ്റും. അപ്പോ തന്നെ ടാനി ചാടി അണിട്ട് കൺട്രോൾ എല്ലാം എടുക്കും. അതാണല്ലോ ഒരു ഫസ്റ്റ് ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ടാനി എങ്ങനെയൊക്കെയോ പ്ലെയിൻ ക്രാഷ് ആവാതെ പൊസിഷനിലോട്ട് തിരിച്ചു കൊണ്ടുവരും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ തീവ്രവാദി ഉണ്ടല്ലോ, നേരത്തെ ബോംബ് എറിഞ്ഞ്, അയാൾ കോക്പിറ്റിന്റെ അകത്തോട്ട് വന്ന് എന്റെ ഓർഡർ കേട്ടിട്ടില്ലെങ്കിൽ എല്ലാവരെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അങ്ങനെ തീവ്രവാദി ടാനിയോട് പ്ലെയിൻ തിരിക്ക്, ഓഷ്യന്റെ അങ്ങോട്ടേക്ക് പോ, എന്റെ വാക്കുകൾ കേൾക്ക് എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. എയർക്രാഫ്റ്റ് തിരിക്കാൻ വരട്ടെ, ആദ്യം നീ ബോംബ് എറിഞ്ഞില്ലേ, അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് തീവ്രവാദിയോട് ക്യാപ്റ്റൻ പറയും. തുടർന്ന് ക്യാപ്റ്റൻ ടാനിയോട് പറയും, നീ പോയി ക്യാബിൻ ചെക്ക് ചെയ്യ്, എന്തെങ്കിലും പ്രോബ്ലം എല്ലാം ഉണ്ടോ, ബോംബ് പൊട്ടിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ടാനിയെ കോക്പിറ്റിൽ നിന്ന് പറഞ്ഞുവിടും. അതിനുശേഷം നേരത്തെ ഈ തീവ്രവാദി ബോംബ് ഇട്ട് ഡാമേജ് ആക്കിയില്ലേ, ആ പാർട്ട് റെഡിയാക്കാൻ പോകും ടാനി. അവിടെയാണെങ്കിൽ ഒരു ഹോള് തന്നെ ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ ഫ്ലൈറ്റ് അറ്റൻഡറിന്റെ സഹായത്തോടു കൂടി അത് റെഡിയാക്കാൻ നോക്കുകയാണ് ടാനി അവിടെ ചെയ്യുക. ഈ സമയത്ത് ക്യാപ്റ്റൻ ഈ തീവ്രവാദിയോട്, എന്താണ് നിന്റെ മോട്ടീവ്, എന്തേലും പൊളിറ്റിക്കൽ ആണോ അതോ പൈസയ്ക്ക് വേണ്ടിയാണോ നീ ഇങ്ങനെല്ലാം ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കും. തീവ്രവാദി അപ്പോൾ ഒന്നും തന്നെ ക്ലിയർ ആയി പറഞ്ഞു കൊടുക്കില്ല. നീ മര്യാദക്ക് സോക്കോ ഏരിയയിൽ നിന്നും ONG ഏരിയ, അതായത് നോർത്ത് കൊറിയ ഏരിയയിലോട്ട് പ്ലെയിൻ എത്തിക്ക്, എന്നോട് ഇങ്ങോട്ടൊന്നും ചോദ്യം വേണ്ട എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഈ സമയത്താണെങ്കിൽ ടാനിയും അറ്റൻഡറും പാസഞ്ചേഴ്സിന്റെ മുറിവെല്ലാം കെട്ടിക്കൊടുക്കും. പക്ഷേ എല്ലാ വഴിയിലേക്കും എത്തുന്നതിന് മുമ്പ് ആ തീവ്രവാദി ഉണ്ടല്ലോ, അവൻ വന്ന് ടാനിനെ, അറ്റൻഡറിനെയും പാസഞ്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് തടയും. എന്നിട്ട് ടാനി, നീ മര്യാദക്ക് കോക്പിറ്റിലേക്ക് പോ എന്ന് പറഞ്ഞ് അവനെ വലിച്ചു കൊണ്ടുപോകും. നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ തീവ്രവാദി പോയ ആ ഒരു സെക്കൻഡില്ലേ, ആ ഒരു സെക്കൻഡിൽ താഴെ എയർപോർട്ടിലോട്ട് വിവരം അറിയിക്കും റേഡിയോ വഴി. ക്യാപ്റ്റൻ വിളിച്ച് വിവരം പറയുന്നത് കേട്ടിട്ടായിരിക്കും തീവ്രവാദി വരുന്നത്. തീവ്രവാദി ദേഷ്യപ്പെട്ട് ആ ഹെഡ്സെറ്റ് അങ്ങ് തല്ലി പൊട്ടിക്കും. മാത്രമല്ല ടാനിയുടെ ഹെഡ്സെറ്റ് ഊരിയിട്ട് റേഡിയോ കണക്ഷനും അങ്ങ് കട്ടാക്ക്. ഇനി നിങ്ങൾ എല്ലാവരും റേഡിയോ കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് നിങ്ങളുടെ അവസാനത്തെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഞാൻ ഇനിയും ബോംബ് പൊട്ടിക്കും, എല്ലാവരെയും കൊല്ലും എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. പിന്നീടാണ് എന്തിനാണ് താൻ ഈ ഹൈജാക്ക് ചെയ്തത് എന്ന് ക്യാപ്റ്റനോടും ടാനിനോടും തുറന്നു പറയുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ, ഈ തീവ്രവാദി ഉണ്ടല്ലോ, ഇവന്റെ ഒരു ബ്രദർ ഉണ്ട്. ഈ ബ്രദർ ആണ് 1969 നടന്ന, അതായത് ഈ സിനിമയുടെ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഹൈജാക്കില്ലേ അത് നടത്തിയത്. മാത്രമല്ല അവന്റെ ബ്രദറിന് 2 മില്യണോളം ക്യാഷ് ആയിട്ട് നോർത്ത് കൊറിയൻ സർക്കാർ കൊടുക്കുകയും അവിടെ സെറ്റിൽ ആവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താനും ഈ ഒരു F-27 എന്ന് പറയുന്ന ഈ എയറോപ്ലെയിൻ നോർത്ത് കൊറിയയിൽ എത്തിച്ചു കഴിഞ്ഞാൽ തനിക്കും 2 മില്യൺ കിട്ടും ചെയ്യും, മാത്രമല്ല അവിടെ സെറ്റിലും ചെയ്യാലോ എന്ന ഒരു പ്ലാൻ ആണ് ഈ തീവ്രവാദിയുടേത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്ലെയിനിൽ ഫുൾ കോമൺ പീപ്പിൾ ആണെന്ന്, അതായത് ബിസിനസ്മാൻമാരും റിട്ടയർഡ് ആയ സോൾജേഴ്സ്, പോലീസുകാർ എല്ലാവരും ഉണ്ട്. അതിൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. പണ്ട് കൊറിയൻ വാർ സമയത്ത് അയാൾ സർവീസിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അയാൾ വേറെ ഒരു പാസഞ്ചർ
പാസഞ്ചറിനോട് നമുക്ക് ആ തീവ്രവാദി തിരിച്ചു വരികയാണെങ്കിൽ പിടിച്ച് താഴെ ഇടാം. എന്നാൽ ആ പാസഞ്ചറിനാണെങ്കിൽ പേടിയായിരുന്നു, അവനതിന് സമ്മതിച്ചില്ല. പക്ഷെ ബാക്ക് സൈഡിൽ ഇരുന്ന ഒരു പയ്യൻ അവൻ പറഞ്ഞു, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, നമുക്ക് അവനെ തള്ളിയിടാം എന്നൊക്കെ. എല്ലാ പ്ലെയിനിലും ഒരു മാർഷൽ ഓഫീസർ ഉണ്ടാകും, അതുപോലെ ഈ പ്ലെയിനിലും ഉണ്ട് ഒരു മാർഷൽ ഓഫീസർ. ഫസ്റ്റ് ബോംബ് പൊട്ടിയില്ലേ, ആ സമയത്ത് ഈ ആളുടെ ദേഹത്ത് തട്ടിയാണ് ബോംബ് താഴെ വീണത്. അങ്ങനെ ആ സമയത്ത് ഈ ഒരു മാർഷലിന്റെ ബോധം പോയിരുന്നു. പതിയെ ആ മാർഷൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ എല്ലാ സിറ്റുവേഷനും മാറിയിട്ടുണ്ട്. അതായത് ഈ ഒരു തീവ്രവാദി കോക്പിറ്റിൽ നിൽക്കുന്നതും എല്ലാവരും പേടിച്ചു നിൽക്കുന്നതും ഈ മാർഷൽ കണ്ടു. മാർഷൽ എണീറ്റിട്ടുണ്ട് എന്ന് കണ്ട തീവ്രവാദി പെട്ടെന്ന് തന്നെ തന്റെ ബാഗിൽ നിന്നും ഒരു കയറെടുത്ത് അവിടെ ഉണ്ടായിരുന്ന 2 പാസഞ്ചേഴ്സിന്റെ കയ്യിൽ കൊടുത്ത് മര്യാദക്ക് അവനെ കെട്ടിയിട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ തീവ്രവാദി കോക്പിറ്റിൽ നിന്നും പോയ ആ നിമിഷം ഡാനിയാണെങ്കിൽ ഒരു ബുദ്ധി കാണിച്ചു. അതായത് ഈ അറ്റൻഡറിനോട് പറഞ്ഞു, യാത്രക്കാരുടെ എല്ലാവരുടെയും ID നശിപ്പിക്ക്, അല്ല എന്നുണ്ടെങ്കിൽ നോർത്ത് കൊറിയയിൽ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ആപത്തുണ്ടാകും. 1969 അങ്ങനെ നടന്നതാണല്ലോ. അതായത് കഴിഞ്ഞ ആ ഒരു ഹൈജാക്കിൽ ആ ഒരു ഭയത്താലാണ് ഈ ഒരു പ്ലാൻ ടാനി ഇട്ടത്. അങ്ങനെ മാർഷലിനെ തടവിലാക്കി ആ തീവ്രവാദി തിരിച്ച് കോക്പിറ്റിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴായിരുന്നു ആ പോലീസ് ഓഫീസർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അറ്റാക്ക് ചെയ്ത് തുടങ്ങിയെങ്കിലും നേരത്തെ സപ്പോർട്ട് ചെയ്യാ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടല്ലോ, അവൻ അതിനൊന്നും നിന്നില്ല. അവൻ പേടിച്ചു പിന്മാറി. എന്നാൽ ഈ ഒരു പോലീസ് ഓഫീസർ ഈ ഒരു തീവ്രവാദിയെ കീഴടക്കി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഈ തീവ്രവാദിക്ക് തന്റെ ഗണ്ണ് തിരിച്ചു കിട്ടി. അത് വെച്ച് ഓഫീസറുടെ നേർക്ക് പോയിന്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഓഫീസറോട് മാറി നിൽക്കടാ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കണ്ട് പേടിച്ച പോലീസ് ഓഫീസർ മാറി നിൽക്കുക മാത്രമല്ല, ഈ ഒരു തീവ്രവാദി ഓഫീസറെ കണക്കിന് കൊടുത്തു. ഈ സമയത്ത് ടാനി ആണെങ്കിലോ വന്ന് ഇയാളെ പേടിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് നീ ഈ പോലീസ് ഓഫീസറെ കൊന്നാൽ ഒരു കൊലപാതകയായിട്ടാവും നീ നോർത്ത് കൊറിയയിൽ എത്തുക. അപ്പൊ നിന്റെ ഈ 2 മില്യൺ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറും സ്വപ്നമായി മാറും, നീ ഓർത്തോ എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്തു. ഇത് കേട്ടതോടെ തീവ്രവാദിയുടെ മനസ്സ് മാറി. അയാൾ പിന്നെ ആ ഓഫീസറെ ഉപദ്രവിക്കാൻ നിന്നില്ല, അവിടെ നിന്ന് പതിയെ മാറിപ്പോയി. സത്യം പറഞ്ഞാൽ ഇവൻ എന്തിനാണ് ഈ പോലീസ് ഓഫീസറെ ഇങ്ങനെ മർദ്ദിച്ചത് എന്ന് ചോദിച്ചാൽ, അവൻ ഒരു കമ്മ്യൂണിസ്റ്റ് സിമ്പതൈസർ ആയിരുന്നു. ആയതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ നിന്നും അന്യായമായി പിടിച്ചു കൊണ്ടുപോയി നന്നായിട്ട് ടോർച്ചർ അനുഭവിച്ചിട്ടുണ്ട്, അതും ഒരു ലോക്കൽ പോലീസ് ഓഫീസറിന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തന്റെ വീട്ടിലെത്തിയപ്പോൾ ഒറ്റക്കായിരുന്ന അമ്മ മരിച്ചിരുന്നു. ആകെ ഉണ്ടായിരുന്ന ബ്രദർ ആണെങ്കിൽ നോർത്ത് കൊറിയയിലോട്ടും പോയി, ഉണ്ടായിരുന്ന അമ്മയാണെങ്കിൽ മരിച്ചും പോയി. ഈ ഒരു ദേഷ്യമാണ് ആ ഒരു പോലീസ് ഓഫീസറോട് അവൻ കാണിച്ചത്. അങ്ങനെ ടാനി കോക്പിറ്റിലെത്തി. ഏതായാലും ടാനിയും ക്യാപ്റ്റനും ചേർന്ന് ഈ തീവ്രവാദിയെ പറ്റിക്കാൻ ശ്രമിച്ചു. പ്ലെയിൻ നോർത്ത് കൊറിയയിലേക്ക് കടന്നെന്നും ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്നും കള്ളം പറഞ്ഞു. അതാവുമ്പോൾ പാസഞ്ചേഴ്സിന് സേഫ് ആയിട്ട് താഴെ എത്തിക്കാലോ, അതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഈ പ്ലെയിൻ താഴെ ലാൻഡ് ചെയ്ത ആ ഒരു നിമിഷം തീവ്രവാദിക്ക് മനസ്സിലായി ഇവർ തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന്. എന്നിട്ട് അവൻ പാസഞ്ചേഴ്സിലെ ഒരു ടീനേജറെ, അതായത് ചെറിയൊരു പയ്യനെ പിടിച്ച് അവന്റെ കയ്യിൽ ഒരു ബോംബ് കൊടുക്കും. എന്നിട്ട് ആ ടീനേജറെ കോക്പിറ്റിലേക്ക് കൊണ്ടുപോകും. മാത്രമല്ല ടാനിയോടും ക്യാപ്റ്റനോടും ഒരു താക്കീത് അങ്ങ് കൊടുക്കും. ഇനിയും നിങ്ങൾ തിരിച്ച് ആകാശത്തോട്ട് പോയി ഞാൻ പറഞ്ഞ സ്ഥലത്ത് പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ഇവനെ തീർക്കും എന്ന് പറയും. അപ്പോഴാണ് ടാനിക്ക് ഈ തീവ്രവാദിയുടെ അടുത്ത് ഒന്നും ചിലവാവില്ല, അവൻ പറയുന്നത് കേൾക്കേണ്ടി വരും എന്ന് മനസ്സിലായത്. അവസാനം വീണ്ടും പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യും. ടാനി തന്നെ പറ്റിച്ച ആ ഒരു ദേഷ്യത്തിൽ തീവ്രവാദി ടാനിയുടെ കയ്യിൽ ഒരു ഫയറും വെച്ചു കൊടുക്കും. അതായത് ഗണ്ണെടുത്ത് ഒരൊറ്റ വെടി വെച്ചു കൊടുക്കും. മര്യാദക്ക് നോർത്ത് കൊറിയയിലേക്ക് പ്ലെയിൻ എത്തിക്കടാ എന്ന് പറയും. തുടർന്ന് നീ എന്തിനാടാ ആരുമല്ലാത്ത ഇവർക്ക് വേണ്ടി ചാവാൻ നിൽക്കുന്നത്, നിനക്ക് ഞാൻ പറയുന്നത് കേട്ടാൽ പോരെ എന്ന് തീവ്രവാദി ചോദിച്ചപ്പോൾ ടാനി പറയും, നീ നിന്റെ ബ്രദറിന് വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്യുന്നത്, അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ. പക്ഷേ ഞാൻ നിന്റെ പോലെയല്ല, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ഞാൻ സ്വയം മരിക്കാൻ റെഡിയാണെന്ന് ടാനി പറയും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഈ ഒരു തീവ്രവാദി പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലോട്ട് ടാനി എയറോപ്ലെയിൻ ഓടിക്കും. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സൗത്ത് കൊറിയയുടെ ഫൈറ്റർ ജെറ്റ്സ് എല്ലാം ഈ പ്ലെയിനിന് ചുറ്റും കറങ്ങുന്നത് കാണാം. അങ്ങനെ ആ ഒരു ഫൈറ്റർ ജെറ്റ് ഉണ്ടല്ലോ, അതിലുള്ള ഓഫീസേഴ്സ് ഈ ഒരു പ്ലെയിനിലോട്ട് നിർദ്ദേശം കൊടുക്കും, നിങ്ങൾ നോർത്ത് കൊറിയൻ ബോർഡർ കടന്നു പോവാനിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്ലെയിൻ തിരിക്കണം എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ 1969 നടന്നില്ലേ, അതുപോലെ തന്നെ ആ ഒരു ഫൈറ്റർ ജെറ്റിലെ ഓഫീസറോട് അവരുടെ സുപ്പീരിയേഴ്സ് അവസാനം പറയും, നിങ്ങൾ ആ എയറോപ്ലെയിനിൽ ഷൂട്ട് ചെയ്തോളൂ. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ടാനി. അവിടെ തന്റെ പഴയ ആ ഒരു ഇൻസിഡന്റ് ആണല്ലോ നടക്കാൻ പോകുന്നത് എന്ന് ഓർത്തിരിക്കും അവനവൻ. വളരെ പെട്ടെന്ന് തന്നെ ഈ പ്ലെയിനിനെ എല്ലാ ഭാഗത്തു നിന്നും അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല അവർ റേഡിയോയിലൂടെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, മര്യാദക്ക് താഴെ കാണുന്ന
ആ ഒരു ബീച്ച് ഉണ്ടല്ലോ അതിലോട്ട് ലാൻഡ് ചെയ്യ്, അതിലോട്ട് വേഗം സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു തീവ്രവാദി കാരണം ടാനിക്കാണെങ്കിൽ ഈ ഒരു ബീച്ചിലോട്ട് പ്ലെയിൻ എത്തിക്കാനും പറ്റുന്നില്ല. അവസാനം സൗത്ത് കൊറിയൻ എയർഫോഴ്സ് ടീം ഈ പ്ലെയിനിന് നേരെ മിസൈൽ വിട്ട് തകർക്കാൻ തീരുമാനിക്കും. പക്ഷേ ഈ ഫിലിമിന്റെ ഫസ്റ്റ്, അതായത് 1969 നടന്ന ആ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, ആ സമയത്ത് ടാനി ആയിരുന്നു ഫൈറ്റർ ജെറ്റിൽ ഉണ്ടായിരുന്നത് അല്ലെ. അതുപോലെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഓഫീസർ ആണ് ഇപ്പോൾ ഫൈറ്റർ ജെറ്റിലുള്ളത്. അവന് ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്താന്ന് മനസ്സിലാവും. മിസൈൽ ഫയർ ചെയ്യാനായി മറ്റേ ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടല്ലോ അവർ റെഡി ആവുമ്പോ ടാനിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഓഫീസർ മറ്റേ ഫൈറ്റർ ജെറ്റിന്റെ മുമ്പിൽ നിൽക്കും. അതായത് മിസൈൽ വിടാൻ സമ്മതിക്കാത്തതുപോലെ. അങ്ങനെ നോർത്ത് കൊറിയൻ ബോർഡർ കടക്കുന്നതിന് തൊട്ട് മുൻപ് ടാനി പ്ലെയിനിന്റെ റൂട്ട് അങ്ങ് മാറ്റിപ്പിടിക്കും. അതായത് ആശാൻ പ്ലെയിൻ തല കീഴായി അങ്ങോട്ട്. പാസഞ്ചേഴ്സ് എല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറ്റും. പക്ഷേ ഈ തീവ്രവാദി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, എന്നാൽ സീറ്റിൽ ഇരിക്കുകയുമല്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളി. ശരിക്കും പറഞ്ഞാൽ ടാനി ഒരു സൂപ്പർ ഹീറോ ആയി മാറുകയായിരുന്നു. തീവ്രവാദിക്ക് ടാനിനെയും പാസഞ്ചേഴ്സിനെയും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആ പ്ലെയിൻ ഓടി. അതിനിടയിൽ തീവ്രവാദിയുടെ തല നിലത്തിടിച്ച് അവന്റെ ചെറുതായിട്ട് അവന്റെ ബോധം പോകും. ഈ അവസരത്തിൽ ടാനി പെട്ടെന്ന് എണീറ്റ് തീവ്രവാദിയുമായി ഏറ്റവും അവസാനം നേരത്തെ പറഞ്ഞില്ലേ ഒരു മാർഷൽ, ആ മാർഷൽ ഈ തീവ്രവാദിയുടെ ചെസ്റ്റിലോട്ട് ഒരു വെടി അങ്ങ് വെച്ചുകൊടുക്കും. ടാനി തീവ്രവാദിയോട് പറഞ്ഞു, നീ മര്യാദക്ക് നിന്നാൽ നിന്നെ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരുമെന്ന്. നമ്മുടെ മാർഷലിന് ആരോടും കരുണയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും വെടിവെച്ചു. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. മാർഷൽ ഫസ്റ്റ് വെടിവെച്ചപ്പോഴേക്കും തീവ്രവാദിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് ഉണ്ടായിരുന്നു. അതിന്റെ ലെഡ് അങ്ങ് പോയി. പിന്നീടുള്ള ആ വെടിയിൽ കയ്യിലിരുന്ന ബോംബ് താഴെ അങ്ങ് വീണു. ഇത് കണ്ട നമ്മുടെ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഓടിച്ചെന്ന് ഒരു അയൺ പ്ലേറ്റ് എടുത്ത് ബോംബിന്റെ മുകളിലേക്ക് ചാടും. ആ നിമിഷം തന്നെ ബോംബ് അങ്ങ് പൊട്ടിത്തെറിക്കും. അങ്ങനെ നമ്മുടെ ടാനിയുടെ ഒരു കൈയെല്ലാം മുറിഞ്ഞിട്ടുണ്ടാകും. ദേഹമാകെ ചോരയൊലിപ്പിച്ച് കിടക്കാവും. ഈ മാർഷൽ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് അറ്റൻഡറിനോട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞ് ടാനിക്ക് പെയിൻ കില്ലർ കൊടുക്കും. എന്നാൽ പ്രശ്നം അതൊന്നുമല്ല. നമ്മുടെ ക്യാപ്റ്റന്റെ കണ്ണാണെങ്കിൽ കംപ്ലീറ്റ് ബ്ലറായി കിടക്കുകയാണ്. ക്യാപ്റ്റന് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. നേരത്തെ തന്നെ എല്ലാ ലാൻഡിങ്ങിലും ഈ നമ്മുടെ ടാനിയാണ് വണ്ടി, അതായത് പ്ലെയിൻ ലാൻഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്യാപ്റ്റന് ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, ടാനി നീ എവിടെയാണ്, ഇങ്ങോട്ടേക്ക് വാ, കോക്പിറ്റിലോട്ട് വാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീയാണ് ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പോകുന്നതെന്ന്, വേഗം കോക്പിറ്റിലോട്ട് വാ എന്ന് പറയും. ഇത് കേട്ട ഉടനെ ടാനി ആണെങ്കിൽ ദേഹമാകെ ചോരയൊലിച്ച് എങ്ങനെയൊക്കെയോ കോക്പിറ്റിൽ എത്തിപ്പെടും. പക്ഷെ ഒന്നിനു പുറകെ ഒന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ ലാൻഡിംഗ് ഗിയർ വർക്ക് ആകുന്നുണ്ടാകില്ല. പാസഞ്ചേഴ്സ് എല്ലാവരും ചേർന്ന് മാനുവലി ആ ലിവർ വലിച്ച് ലാൻഡിംഗ് ഗിയർ റെഡിയാക്കും. അങ്ങനെ ടാനിയോട് ക്യാപ്റ്റൻ പറയും, നീ അനൗൺസ് ചെയ്യ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കൊടുക്കും. അതായത് ആ റേഡിയോ അങ്ങ് കൊടുക്കും. തന്റെ ജീവിതത്തിൽ ആദ്യമായി തനിച്ച് ടാനി ആ പ്ലെയിൻ ഒരു ബീച്ചിലേക്ക് ലാൻഡ് ചെയ്യിക്കും. അങ്ങനെ പാസഞ്ചേഴ്സ് എല്ലാം ഓരോരുത്തരായി പുറത്തിറങ്ങും. പക്ഷെ അപ്പോൾ ടാനി തന്റെ സീറ്റിലിരിക്കുകയാവും. ക്യാപ്റ്റൻ ആണെങ്കിൽ മനസ്സിലാവും അവൻ മരിച്ചെന്ന്. എന്നിട്ട് പറയും, നീ ഒരു ലെജൻഡാണ്, എല്ലാവരും രക്ഷിച്ചു എന്നൊക്കെ. പക്ഷെ അപ്പോഴേക്കും ടാനി ഈ ലോകത്തിൽ നിന്നും പോയിട്ടുണ്ടാവും. നമ്മൾ പറയില്ലേ സ്വന്തം ജീവൻ കൊടുത്ത് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തി എന്നൊക്കെ, അതുപോലെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഒരു സൂപ്പർ ഹീറോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ ഡൂപ്പർ ഹീറോ ആയി മാറുകയാണ് ടാനി അവിടെ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിം ശരിക്കും ഒരു ട്രൂ സ്റ്റോറിയാണ്. 1971 സിയോളിൽ എത്തേണ്ട ഒരു ഡൊമസ്റ്റിക് പാസഞ്ചർ പ്ലെയിൻ ഒരു വ്യക്തി ഗ്രനേഡ് വെച്ച് ഈ ഫിലിമിൽ കാണിച്ചതുപോലെ പൊട്ടിക്കുകയും ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ടാനിയെ പോലെയുള്ള ഒരു പൈലറ്റ് അത് സൗത്ത് കൊറിയയിലെ ഒരു ബീച്ചിൽ ഇറക്കുകയും ചെയ്തിരുന്നു. അന്ന് ആ അറ്റാക്കിൽ 2 ജീവനുകൾ മാത്രമാണ് നഷ്ടമായത്. ഒന്ന് ആ തീവ്രവാദിയും പിന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ആ പൈലറ്റും. നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമാണ് നമുക്കുള്ളൊരു മോട്ടിവേഷൻ. എന്തായാലും അടുത്ത ഒരു പുതിയ ഒരു അടിപൊളി കഥയുമായി ഞാൻ തിരികെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കഥ ഇവിടെ നിർത്തുകയാണ്.